ഹലോ എവ്രി വൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പ് എപ്പോഴെങ്കിലും ഒരു റിലേഷൻഷിപ്പിലെ വില്ലനായി മാറുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. മേ ബി നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഒരുപാട് വർഷമായിട്ടൊക്കെ നമ്മുടെ ലൈഫിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. പക്ഷേ നമ്മൾ പോലും അറിയാതെ ആ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, എപ്പോഴും പാർട്ട്ണറേക്കാൾ കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻറ്റിമസി ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രണ്ടുമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇത് കാരണമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്ന, നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളും തമ്മിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വഴക്കൂടിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ മാത്രം ഒതുങ്ങേണ്ട ചില സീക്രട്ടുകളായിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പതിയെ പതിയെ ഒരു ഇമോഷണൽ ഇൻറ്റിമസി ക്രിയേറ്റ് ആയി തുടങ്ങും, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരും. സോ നമുക്ക് അവരോടൊരു സ്നേഹം ഉണ്ടായിരിക്കും, ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും, അവർ നമ്മുടെ ലൈഫിൽ എന്നും വേണം എന്നുള്ളൊരു തോന്നലിലേക്കൊക്കെ ഇത് പതിയെ പതിയെ നീങ്ങി തുടങ്ങും. സോ പാർട്ട്ണറേക്കാൾ കൂടുതൽ ഇമോഷണൽ ഇൻറ്റിമസി അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഫ്രണ്ട്സുമായിട്ട് കീപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റേഷനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്, എപ്പോഴും എന്തിനും ശരിയും തെറ്റും ഒന്നും നോക്കാതെ നിങ്ങളുടെ ഭാഗം മാത്രമാണ് അവര്, നിങ്ങളുടെ സൈഡാണ് എപ്പോഴും നിൽക്കുക, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഫ്രണ്ട് എന്ന് പറയില്ലേ, അത് ഒരു തരത്തിലൊരു ബ്ലെസ്സിങ് ആണ്. പക്ഷേ റിലേഷൻഷിപ്പിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത്, എസ്പെഷ്യലി നമ്മൾ എങ്ങനെയാണോ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഡീൽ ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിൽ ബാഡായിട്ടും ഗുഡായിട്ടും ഒക്കെ ഇൻഫ്ലുവൻസ് ആവുന്നത്. സോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും, നിങ്ങളുടെ പാർട്ട്ണർക്കും നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ഫൈറ്റോ കാര്യങ്ങളോ ഒന്നും വിചാരിക്കാം. ചിലപ്പോൾ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അങ്ങ് പറഞ്ഞു പോയതൊക്കെ ആയിരിക്കാം. സോ ഇങ്ങനെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യും. നിങ്ങളോട് ഉടനടി പറയാണ് ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവില്ല, നീ ബ്രേക്കപ്പ് ചെയ്തേക്ക്, അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവുന്ന കേസല്ല, നിനക്ക് ആ ഒരു പേഴ്സൺ യോജിച്ചതല്ല. ഇങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞ് തീർക്കേണ്ട കാര്യങ്ങളായിരിക്കും. ഒന്ന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുന്ന കേസുകളായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ ഉടനടി ബ്രേക്കപ്പ് ചെയ്യേ, ഇങ്ങനെ എന്തിനും ഏതിനും നിങ്ങളുടെ കൂടെ നിന്ന് ബ്രേക്കപ്പ് ചെയ്യേ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വിട്ടേക്ക് എന്ന് എപ്പോഴും എന്തിനും ഇങ്ങനെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ബിക്കോസ് നിങ്ങൾക്ക് ആ ഫ്രണ്ടിനെ ഇഷ്ടമായിരിക്കും, അതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷെ ഒരു ചെറിയ കാര്യം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ചെറിയ ഫൈറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ അത് അപ്പോൾ പോയി ഫ്രണ്ടിനോട് ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണ്, ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആണോ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നമുക്ക് കഴിയാതെ പോകും. സോ ശരിയും തെറ്റും ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചീത്തയാണോ എന്ന കാര്യങ്ങളൊന്നും നോക്കാതെ എപ്പോഴും ഇങ്ങനെ സെൽഫിഷ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. ഇനി തേർഡ് വണ്ണാണ്, എപ്പോഴും എന്തിനും കമ്പയർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണില്ലേ, പെർഫെക്റ്റ് കപ്പിൾ എന്നുള്ള രീതിയിലൊക്കെ റീൽസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണും. സോ അതാണ് പെർഫെക്റ്റ് കപ്പിൾ, നിന്റെ ലൈഫിലുള്ള പേഴ്സൺ അല്ലെങ്കിൽ നിന്റെ പാർട്ട്ണർ നിന്നെ അത്ര ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല എന്ന രീതിയിലൊക്കെ നിങ്ങളുടെ പാർട്ട്ണറെ മറ്റൊരു പേഴ്സണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് എപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലൈഫിലെ റിലേഷൻഷിപ്പിനെ ബാഡായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ്. കാരണം ഇങ്ങനെയുള്ള കമ്പാരിസൺ തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനും ഏതിനും ഇങ്ങനെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അത് ശരിയാണോ, ഇത് ശരിയാണോ എന്നൊക്കെ. എസ്പെഷ്യലി നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ, അല്ലെങ്കിൽ നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയാണ് പറയുക, അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക. ഇങ്ങനെയുള്ള കമ്പാരിസൺ തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിൽ ഇൻജെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പും സ്വാഭാവികമായിട്ട് റിലേഷൻഷിപ്പിനെ
ബാഡ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പാണ്. കാരണം നമുക്കറിയാം കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എസ്പെഷ്യലി നമ്മുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ നമ്മളെ തന്നെ മറ്റൊരു വ്യക്തിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതൊരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള യുണീക്ക് ആയിട്ടുള്ള വ്യക്തികളാണ്. അവരവരുടെ ലൈഫിൽ പെർഫെക്റ്റ് ആയിരിക്കും, അവരുടേതായ രീതിയിൽ അവരുടേതായിട്ടുള്ള യുണീക്നെസ് വെച്ച്. ഇതേപോലെ നമ്മുടെ ലൈഫ് അവരുടെ ലൈഫിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മുടെ കഴിവുകളും സ്കില്ലും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം. സോ കമ്പാരിസൺ എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. സോ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എപ്പോഴും എന്തിനും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ, അതും റിലേഷൻഷിപ്പിനെ തീർച്ചയായിട്ടും ബാഡ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ, പേഴ്സണൽ ബൗണ്ടറീസ് ഒന്നും കീപ്പ് ചെയ്യാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പിനെ ബാഡ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. എസ്പെഷ്യലി നിങ്ങളോട് ഫ്ലേർട്ടി ജോക്സ് പറയാ, അല്ലെങ്കിൽ നിങ്ങളോട് എന്തും പറയാം, എങ്ങനെയും ബിഹേവ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു തോന്നല് ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, അത് നിങ്ങളുടെ പാർട്ട്ണറുടെ മുമ്പിൽ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരുടെ മനസ്സിലൊരു സേഫ്റ്റി കുറവ്, അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട്, അല്ലെങ്കിൽ അവരൊരു ഡിസ്റെസ്പെക്റ്റഡ് ആയി എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടേയിരിക്കും. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫിൽ നേരിടേണ്ടി വരുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിൽ അത്ര ഒരു സേഫ്റ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈവൻ നമുക്കറിയാം, ഇന്ന് ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ പേഴ്സണൽ ബൗണ്ടറീസ്, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരവരുടെ റിലേഷൻഷിപ്പിൽ തന്നെ ആ ഒരു പേഴ്സണൽ ബൗണ്ടറി അവർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് അവർക്ക് ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കുന്നത്, കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു പേഴ്സണൽ ബൗണ്ടറി ഫ്രണ്ട്ഷിപ്പിന്റെ കേസിൽ ഇല്ല എന്ന് പറയുന്ന സമയത്ത് അത് ആ റിലേഷൻഷിപ്പിനെ, നിങ്ങളുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്പിനെ എത്രത്തോളം ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണ് പലപ്പോഴും റിലേഷൻഷിപ്പിലെ ഒരു വില്ലനായിട്ട് മാറുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്